ഗായ്സ്, ദ പവർ ഫാമിലി യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ വീടില്ല, ഇതിൻ്റെ അമ്മമ്മയുടെ വീടാണ്. അമ്മമ്മയാണ് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടാലോ, ബാ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഗാർഡൻ, ഞാൻ പറഞ്ഞിരുന്ന ഗാർഡൻ. പക്ഷേ ഇത് ഗാർഡൻ എന്ന പോലെ ഒന്നും ആയില്ല, കാരണം ഇത് ചെണ്ടുമല്ലിയായിട്ട് ഇത് ഫുള്ള് വാടിപ്പോയി. നല്ല വിഷമമുണ്ട്. ഞങ്ങൾ പുതിയ വീട് കെട്ടിയതാണ്. അപ്പോൾ ഒരു വർഷം ഞങ്ങൾ വാടക വീട്ടിലായതുകൊണ്ട് ഇവിടുത്തെ ഫുള്ളും പോയിട്ട് ഇത് ഫുള്ളും പന്തലിച്ച് നിൽക്കായിരുന്നു. അത് ഫുള്ള് പോയി. നല്ല വിഷമമുണ്ട്. ചെണ്ടുമല്ലിയാണ് ഉണങ്ങി കരിഞ്ഞ് പോയി. പിന്നെ ഇത് ഔഷധ ഗുണമുള്ള നമ്മുടെ സ്വന്തം കറ്റാർ വാഴ നല്ല രസമുള്ളതായിരുന്നു കേട്ടോ. ഇതാ ഗൈസ്, ഇതെന്ത് ചെടിയെന്ന് അറിയില്ല. നല്ല പോലെ കറ്റാർ വാഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അമ്മമ്മയാണ് ഇത് വളർത്തിയത്. അമ്മമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത് നമ്മുടെ റോസ് ചെടി കേട്ടോ. ചെടി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഫുള്ള് വാടിപ്പോയി. വെയിലിന് നേരിട്ട് നിൽക്കാൻ പറ്റില്ല. ഇത് കാട്ടുചെമ്പരത്തി കേട്ടോ. കാട്ടുചെമ്പരത്തിയുടെ ഒരു ചെടിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാട്ടുചെമ്പരത്തി എന്നറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്വന്തം മറ്റേ സംഭവം, ഇത് കാട്ട് തുളസി എന്ന് പറയും. ഇതും വാടി അത്യാവശ്യം. പിന്നെ ഇതാണ് ഇത് ചെടിയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതേ ചെടി എനിക്കറിയില്ല. ഇതും നല്ലോണം ഉണങ്ങി. ഇതും ഒരേ ചെടിയാണ്, പക്ഷെ ഇതെന്ന് എനിക്കറിയില്ല. അപ്പം ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഞങ്ങൾ ഫുള്ള് വാടിപ്പോയി തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി. ഇതെന്ത് ചെടിയെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് മാത്രമേ നമ്മുടെ വെയിലിനെ എതിർത്ത് നിന്നിട്ടുള്ളൂ ഗൈസ്, ഒരു ഷീൽഡ് പോലെ. കാരണം അത്രയും അടിപൊളിയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ ഫാമിലി ഫുള്ളും പരിചയപ്പെടുത്താം. കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. പിന്നെയുള്ള ചെടി ഇതാണ്. ഇത് ഞങ്ങൾ കുട്ടീസ് വെച്ചതാണ്. ഞാനും ഉണ്ടായിരുന്നു, കുട്ടീസ് വെച്ച കേട്ടോ. ഇതിങ്ങനെയല്ല, അവിടെ ഫുള്ളും ഈ പൂ ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. പ്രത്യേകം വെച്ചാൽ അതെ ചെടി. ഇത് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഈ ചെടിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ബിലോ. ബൈ. അപ്പോൾ ഇതാണ് പിന്നത്തെ ഒരു കുഞ്ഞ് ഗാർഡൻ. ഇത് വന്നിട്ട് റോഡ് സൈഡ് നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഇടുക്ക് വഴിയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ അല്ലിപ്പൂൻ്റെയാണ് കേട്ടോ. പൂ കാണുന്നുണ്ടോ എന്നറിയില്ല, അല്ലിപ്പൂൻ്റെയാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് കാട്ടുചെമ്പരത്തി. പാലക്കാട് ഇതിനെ കാട്ടുചെമ്പരത്തി വിളിക്കും. നിങ്ങളുടെ അവിടെ എന്താ വിളിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് പൂന്തോട്ടം എന്നൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് നിറച്ചും ചെടികൾ ഉണ്ടായിരുന്നതാണ്. അത് പക്ഷെ പോയത് കേട്ടോ. ഇതാണ് മൂവ്. ഇതാണ് എൻ്റെ മൂവ്. ഇതിപ്പോൾ കാണിച്ചേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നോട് ഫുള്ളും അതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടം. പിന്നെ ഇവിടെ ഈ മരം ഉണ്ടായിരുന്നു. ഇത് മറ്റേ കുഞ്ഞു പൂല്ലേ, അതിൻ്റെയാണ്. പക്ഷെ അതൊക്കെ പോയതാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലേസ്.